എൻ്റെ ദൈവമായ കർത്താവേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപകടങ്ങളാലും പലതരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടതയിലായിരിക്കുന്നവർക്ക് സൗഖ്യവും, ഇതര പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും ആകുലതകളാലും വലയുന്നവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗബ്രിയേൽ ദൂതൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയത്തെ അറിയിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ്. എല്ലാവരും തയ്യാറല്ലേ? എങ്കിൽ നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം. 39 മുതൽ 45 വരെയുള്ള വചനങ്ങൾ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സക്കറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഗബ്രിയേൽ മാലാഖ എങ്ങനെയാണ് മറിയയെ അഭിസംബോധന ചെയ്തതെന്ന്. അതൊന്നുകൂടെ ഒന്ന് വായിക്കാം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു ദൈവവചനമല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവീക സംസ്കാരമുള്ള ഒരു ദൂതൻ്റെ വാക്കുകളാണ്. ഇതിനെ നമുക്ക് ദൈവവചനമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് മറിയത്തിനോട് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇത് എലിസബത്ത് മറിയയോട് പറഞ്ഞതാണ്. ഒരു സാധാരണ മനുഷ്യന് അന്ന് ഇങ്ങനെ പറയുവാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാക്കുകളാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം. മറിയത്തിൻ്റെ വാക്കുകൾ കേട്ട എലിസബത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്? എന്തായിരിക്കും കാരണം? ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് നോക്കാം. മറിയ മശിഹായായ യേശുവിനെ ഗർഭത്തിൽ ധരിച്ചിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതായത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ആരംഭം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് മറിയം വന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നതുപോലെ ആയി എന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നു. മറിയത്തിൻ്റെ അഭിവാദ്യം കേട്ടപ്പോൾ ശിശു സന്തോഷത്തോടെ എലിസബത്തിൻ്റെ ഉദരത്തിൽ തുള്ളി. അത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു. ഇതാണ് എലിസബത്തിൽ ദൈവാത്മാവ് നിറയുവാൻ കാരണമായി തീർന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എലിസബത്ത് ഒരു പ്രവചനമെന്ന പോലെ പറയുകയാണ് ഉണ്ടായത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്തെന്നാൽ മറിയയിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് യേശു എന്ന മശിഹായാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ സ്ത്രീ എലിസബത്താണ്. അത് മനുഷ്യബോധം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മാതാവ് എന്ന് എലിസബത്ത് പറയാൻ കാരണം. ബൈബിൾ നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ആരംഭിച്ചതിൻ്റെ ആദ്യ അടയാളമായി മിശിഹായെ ആദ്യമായി തിരിച്ചറിഞ്ഞ ആദ്യ സാക്ഷികളിൽ ഒരാൾ എലിസബത്താണ്. അതുപോലെ യേശുവിൻ്റെ വരവിനെ സ്വാഗതം ചെയ്ത ആദ്യ വ്യക്തി ഗർഭത്തിലുള്ള യോഹന്നാനും. കത്തോലിക്ക സഭ ചൊല്ലുന്ന കൊന്ത നിങ്ങൾക്കറിയുമല്ലോ. അതിലെ പ്രാർത്ഥന ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ചതും എലിസബത്ത് മറിയത്തോട് പറഞ്ഞതുമായ വചനങ്ങൾ കോർത്തിണക്കിയതാണെന്നത് വളരെ വിചിത്രമായൊരു കഥയാണ്. ഇതെല്ലാം ദൈവവചനമാണെന്ന് സഭ തെറ്റായി പഠിപ്പിച്ചു. അവർ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്. ദൈവദൂതൻ്റെ അറിയിപ്പ്. ഗബ്രിയേൽ എന്ന ദൈവദൂതൻ മറിയത്തോട് ദൈവപുത്രനെ പ്രസവിക്കുമെന്ന് അറിയിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:26 മുതൽ 38 വരെ. എന്ന് പറഞ്ഞാൽ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി മാനുഷിക ഇടപെടലിൻ്റെ ആവശ്യമുണ്ടായില്ല. അതാണ് ദൈവം പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം. എലിസബത്ത് പ്രായമേറിയവളായിരുന്നു. അവൾക്കും ദൈവം അത്ഭുതമായൊരു മകനെ നൽകി. അവൻ്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്നറിയപ്പെട്ടു. ഈ വചനങ്ങളുടെ ആത്മീയ അർത്ഥം എന്തെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് മുഴുവനും. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് വചനത്തിൽ പറയുന്നു. അതായത് അവൾ പറഞ്ഞത് മനുഷ്യബുദ്ധിയാലല്ല, ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് സംസാരിച്ചത്. യോഹന്നാൻ്റെ ദൗത്യം, യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ യേശുവിനെ സാക്ഷീകരിക്കുന്നവനായിരുന്നു.
അതുകൊണ്ട് തന്നെ യോഹന്നാൻ എലിശബത്തിൻ്റെ ഉദരത്തിൽ തുള്ളി എന്നത് സന്തോഷത്തിൻ്റെ അടയാളമായി കാണപ്പെടുന്നു. ലൂക്കോസ് 1:44. ഇത് സാധ്യമാവുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നതാണ് സത്യം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ എലിശബത്തിൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞു പോലും ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിച്ചു. ഇതൊരു സാധാരണ ജൈവ പ്രതികരണം മാത്രമല്ല, ആത്മീയ അടയാളമാണ്. എലിശബത്ത് മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നു. ഇത് യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവപുത്രൻ ആണെന്ന് എലിശബത്ത് ദൈവാത്മാവിലൂടെ തിരിച്ചറിഞ്ഞതായി കാണിക്കുന്നു. കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: മറിയം ദൈവമാതാവ്. എലിശബത്ത് പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന വാക്കുകൾ മറിയം ദൈവമാതാവ് തിയോട്ടോക്കോസ് ആണെന്നാണ്. ഈ ഉപദേശം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൗൺസിൽ ഓഫ് എഫേസോസ് ക്രിസ്തുവർഷം 431 യോഹന്നാൻ്റെ വിശുദ്ധീകരണം. വിശ്വാസപ്രകാരം ജോൺ ദ ബാപ്റ്റിസ്റ്റ് എലിശബത്തിൻ്റെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ലൂക്കോസ് 1:15. മറിയത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം. മറിയം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുന്നത് അവളുടെ പ്രത്യേക ദൈവവിളിയും വിശുദ്ധതയും സൂചിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് ഓർത്തഡോക്സ് വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് മറിയത്തെ തിയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നു, അതായത് ദൈവത്തെ ധരിച്ചവൾ എന്ന് വിളിക്കുന്നു. ഈ സംഭവം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവായി കാണുന്നു. ഗർഭത്തിലെ പ്രവാചകൻ. ഓർത്തഡോക്സ് പാരമ്പര്യപ്രകാരം യോഹന്നാൻ ഗർഭത്തിൽ തന്നെ പ്രവാചകനായി പ്രവർത്തിച്ചു. അവൻ ആദ്യം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ മനുഷ്യനായി കണക്കാക്കപ്പെടുന്നു. ഇനി പ്രൊട്ടസ്റ്റന്റുകാരുടെ വ്യാഖ്യാനം എങ്ങനെയെന്ന് നോക്കാം. മറിയം വിശ്വസിച്ചതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വം ക്രിസ്തുവിലാണ്, മറിയത്തിലല്ല. എലിശബത്തിൻ്റെ വാക്കുകൾ യേശു കർത്താവാണെന്ന് തെളിയിക്കുന്നു. ഗർഭജീവിതത്തിൻ്റെ ചില പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാനങ്ങളിൽ ഈ സംഭവം ഗർഭത്തിലുള്ള ജീവൻ്റെ ആത്മീയ മൂല്യത്തിൻ്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. കർത്താവിനെ കിറിയോസ് എന്ന പദം പഴയ നിയമത്തിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ എലിശബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി പറഞ്ഞതാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ്. ലൂക്കോസ് 1:43. അതിനാൽ മറിയത്തെ എൻ്റെ ദൈവത്തിൻ്റെ മാതാവ് എന്നർത്ഥത്തിൽ വിളിച്ചതായി കത്തോലിക്ക സഭ വ്യാഖ്യാനിക്കുന്നു. എന്താണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നതെന്ന് നോക്കാം. മറിയം ദൈവത്തെ ജനിപ്പിച്ചവളല്ല. ദൈവവചനം മനുഷ്യ ശരീരം ധരിച്ച യേശുവിൻ്റെ മാതാവാണ് മറിയം. അവൻ ആദ്യം ദൈവവചനമെന്നറിയപ്പെട്ടിരുന്നു, ഇപ്പോൾ യേശുവെന്ന് അറിയപ്പെടുന്നു. യോഹന്നാൻ 1:1, 1:14. ഈ വചനങ്ങൾ നമ്മോട് പറയുന്നത് എന്തെന്ന് നോക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യേശു ദൈവവചനമായിരുന്നു, അതുകൊണ്ട് അവനിൽ ദൈവത്വമുണ്ട്. ദൈവവചനം മനുഷ്യനായി ജനിച്ചു. ആ മനുഷ്യനായ യേശുവിനെ പ്രസവിച്ചവൾ ആണ് മറിയം. അതിനാൽ യേശു ദൈവവും മനുഷ്യനുമായ ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ അവനെ പ്രസവിച്ചവൾ ദൈവമാതാവെന്ന് വിളിക്കപ്പെടാമെന്ന് കത്തോലിക്ക സഭ അവകാശപ്പെടുന്നു. ഗലാത്യർ 4:4 ദൈവപുത്രൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ പുത്രൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചതായിട്ടാണ് പറയുന്നത്. ആ സ്ത്രീ മറിയം. ക്രിസ്തീയ വിശ്വാസം പറയുന്നു 2 സ്വഭാവം യേശുവിനുണ്ട്, ഒന്ന് ദൈവികവും ഒന്ന് മാനുഷികവും. യേശു എങ്ങനെയാണ് ദൈവമാകുന്നത്? ബൈബിൾ എന്ത് പറയുന്നു? വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം മനുഷ്യനായി തീർന്നതാണ് യേശു. അതുകൊണ്ട് തന്നെ യേശു ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വപൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യർ 2:9. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. എബ്രായർ 1:8. തീത്തോസിന് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രതിഷ്ഠതയ്ക്കായിട്ടും. തീത്തോസ് 2:12. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാണ് യേശു എന്ന മാനുഷിക കൂടാരത്തിൽ ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്വഭാവം മുഴുവനുമുണ്ട്. യേശു എന്ന വചനത്തിലൂടെ മാത്രമേ നമ്മുടെ പാപങ്ങൾ കഴുകാൻ കഴിയുകയുള്ളൂ. അതാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയപ്പോൾ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല,
പ്രവൃത്തികളുടെ പുസ്തകം 4:12 ഞാൻ വായിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കത്തോലിക്ക സഭയുടെ തെറ്റായ പഠിപ്പിക്കലുകളൊന്ന് നോക്കാം. മറിയത്തിലൂടെ ദൈവം മനുഷ്യനായി പിറന്നു. ഇത് തെറ്റായ പഠിപ്പിക്കലാണ്. മറിയത്തിലൂടെ ദൈവത്തിൻ്റെ ഈ വചനം യേശു എന്ന മനുഷ്യപുത്രനായി ജനിച്ചു എന്നതാണ് സത്യം. ദൈവം അനാദി മുതലേ ഉള്ളവനാണ്. ദൈവം നിത്യനാണ്. മറിയം ദൈവമാതാവല്ല, പിന്നെയോ മറിയം ദൈവപുത്രനായ യേശുവിൻ്റെ മാതാവാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് മറിയ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെഞ്ചമിൻ കോശി.